ഷാഫി പറമ്പലിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധം ശക്തമാക്കാൻ UDF. വൈകിട്ട് UDF മഹാപ്രതിഷേധ സംഗമം നടത്തും. അനീസലി ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസലി, UDFന്റെ ഈ മഹാപ്രതിഷേധ സംഗമം എവിടെയാണ് നടത്തുന്നത്? വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ സംസ്ഥാന വ്യാപകമായി നടത്തിയിരുന്നു. ഇന്ന് ഏത് തരത്തിലാണ് പ്രതിഷേധവുമായി UDF മുന്നോട്ട് വരുന്നത്? മറ്റു വിശദാംശങ്ങൾ. ഇന്നിപ്പോൾ പേരാമ്പ്ര ഇന്നലെ ഈ സംഘർഷം നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പേരാമ്പ്ര ടൗണിൽ കൊറ്റ്യാടി റോട്ടിലാണ് ഇന്നലെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഷാഫി പറമ്പിലുള്ള അടക്കമുള്ള ആളുകൾക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ഇത് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം വന്നത് ഈ ഷാഫി പറമ്പിലടക്കമുള്ള ആളുകൾക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടില്ല, അതേസമയം കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പോൾ ഒരുപക്ഷെ പരിക്കേറ്റതായിരിക്കാം എന്നായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ഷാഫി പറമ്പിലിന് മർദ്ദനമേൽക്കുന്ന ലാത്തി ചാർജിന്റെ അടക്കം ദൃശ്യങ്ങൾ, അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് തന്നെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി കടുത്ത പ്രതിഷേധത്തിലാണ് UDF പ്രവർത്തകർ. ഈ ഇന്നലെ നടന്ന പ്രതിഷേധ പ്രകടനം നടക്കുകയും അവിടെ പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടാവുകയും ചെയ്ത അതേ സ്ഥലത്ത് തന്നെ പ്രതിഷേധ സംഗമത്തിന് തയ്യാറായിരിക്കുകയാണ് UDF പ്രവർത്തകർ. ഇത് ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രി UDFന്റെ പ്രകടനം വന്നപ്പോൾ അതിനുശേഷം LDFന്റെ പ്രകടനം ഉണ്ടായിരുന്നു 5 മണിക്ക്. അപ്പോൾ UDFന്റെ പ്രകടനം 6 മണിക്കാണ് നടന്നതിന് ശേഷം പിന്നെ ഇവിടെ പോലീസ് തടയുകയും അതിനുശേഷം ചെറിയൊരു സംഘർഷം ഉണ്ടാകുകയും ചെയ്തു. മുമ്പ് KSU പ്രവർത്തകരുടെ ഒരു വിജയാഘോഷവുമായി ബന്ധപ്പെട്ടും ചെറിയ സംഘർഷം പോലീസ് തടഞ്ഞു എന്നാണ് പറയുന്നത്. അത് മെന്നാന്നാണ് സംഭവം ഉണ്ടായത്. അതും പോലീസ് പ്രതിഷേധിച്ചിട്ടാണ് ഒരു ഹർത്താൽ ആചരിക്കുകയും പിന്നീട് പ്രകടനം നടത്തുകയും ചെയ്തതാണ്. തീർച്ചയായിട്ടും ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചതൊന്നും അല്ല എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ തന്നെയാണോ UDF? പോലീസ് മർദ്ദിച്ചതെന്ന് വിഷ്വൽ വന്നല്ലോ, നമ്മൾ കണ്ടതാണല്ലോ എല്ലാവരും. വിഷ്വൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ഇതായല്ലോ, വിഷ്വൽ വന്നു കഴിഞ്ഞു. UDF പ്രവർത്തകർ പറയുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെച്ച് തന്നെ ആക്രമിക്കുകയായിരുന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥനെ പോലും അദ്ദേഹം അടിക്കുന്ന ആളെ വ്യക്തമായി കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള ഒരു മർദ്ദനമായിരുന്നു, അബദ്ധത്തിലെന്തോ സംഭവിച്ചതല്ല. ഷാഫി പറമ്പിൽ MPയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോലീസ് മർദ്ദനം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. എന്തായാലും UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇതേ സ്ഥലത്ത് തന്നെ വലിയ പ്രതിഷേധ പ്രകടനത്തിനാണ് പദ്ധതിയിടുന്നത്. KC വേണുഗോപാൽ അല്പസമയത്തിനകം ഇവിടെ എത്തും. അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. UDF പ്രവർത്തകരെല്ലാം ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും കനത്ത സുരക്ഷ ഒരുക്കുന്നുണ്ട്. അതേസമയം ഇപ്പോൾ നിലവിൽ ഇന്നലത്തേതുപോലെ വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ട സംയമനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്നിപ്പോ UDF പ്രവർത്തകരുടെ ഒരു പ്രതിഷേധ പ്രകടനം നടക്കാൻ പോവുകയാണല്ലോ അല്ലേ? അതെ, പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. പ്രതിഷേധ സംഗമം ഈ ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെച്ച് തന്നെ ആക്രമിക്കുകയായിരുന്നു. അതെ, അത് ലക്ഷ്യം വെച്ച് തന്നെയാണ്. ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. ആക്രമണത്തിലും ലാത്തി ചാർജിലുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് UDFന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇന്ന് പേരാമ്പ്രയിൽ പ്രതിഷേധ മഹാസംഗമം നടത്തും. അനീസ് അലിയാണ് പേരാമ്പ്രയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.